അതുപോലെ ബദ്രിയും എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അവൻ വന്ന് എന്നെ കൊണ്ടുപോകാമെന്ന്. എന്നെ നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞെന്നിരിക്കും, പക്ഷെ അവനെ തടയാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. എനിക്ക് തടയാൻ കഴിയും. ഇതുവരെ എന്റെ അക്കൗണ്ടിൽ 99 കൊലപാതകങ്ങളേ ഉള്ളൂ. ഇവൻ 100ാമത്തേതാണ്. അവനെ കൊന്ന് സെഞ്ചുറി തികച്ചേക്കാം. സർക്കാർ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തമായത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ടെൻഷൻ ആകണ്ട, ഞാൻ പറയാം. പ്രേമം അല്ല, ബദ്രി. എന്റെ ബദ്രിനാഥ്. അവന്റെ മനോധൈര്യത്തെയും ശക്തിയെയും എതിർത്ത് തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. എന്താണ് ഇനി പറഞ്ഞത്? ശരിക്കും ദൈവത്തിൽ പോലും വിശ്വാസമില്ലാതിരുന്ന അവൾക്ക് ബദ്രിനാഥിൽ വിശ്വാസം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? നീ ആ വിശ്വാസം ഉണ്ടാക്കിയതിന്റെ പേരില്ല നീ വരുമെന്ന പ്രതീക്ഷയിൽ അവൾ ഇവിടെ കാത്തിരിക്കുന്നത്. അത്രയ്ക്ക് വിഷമിച്ച് കാത്തിരിക്കുന്ന അവൾക്ക് മണ്ണോ മലയോ ഒന്നും അല്ല കൊടുത്തയക്കേണ്ടത്. അല്ലാഹു ആണെങ്കിലും ആദിശങ്കരനാണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും ദൈവം എപ്പോഴും മനുഷ്യന്റെ രൂപത്തിലെ സഹായിക്കാൻ വരികയുള്ളൂ. നീ അവളെ രക്ഷിച്ചില്ലെങ്കിൽ ബദ്രിനാഥിലുള്ള അവളുടെ വിശ്വാസം പോകും. അതോടെ അളകനന്ദയുടെ ജീവനും പോകും. നീ അവളെ രക്ഷിച്ചില്ലെങ്കിൽ ബദ്രിനാഥിലുള്ള അവളുടെ വിശ്വാസം പോകും. അതോടെ അളകനന്ദയുടെ ജീവനും പോകും. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നീ നിലനിർത്തണം. വേഗമാകട്ടെ, ക്ഷേത്രം തുറക്കുന്ന മറ്റന്നാളെന്ന് അറിയാമല്ലോ. വേഗമാകട്ടെ. ആ ശരി ശരി. കൃഷ്ണദാസ് എവിടെ? എന്റെ ഗുരുവില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം? ബദ്രി എവിടെടാ? ഏയ്, അളകനന്ദയെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാ. നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി വെറും 10 മിനിറ്റ് ദൂരെ കാണുള്ളടാ. നിങ്ങളുടെ ആൾക്കാരോട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. എത്ര ശക്തരാണെങ്കിലും ബദ്രിയുടെ അടുത്ത് ചെന്നാ ഭസ്മമായി പോകുമടാ, നിന്റെ മോനുൾപ്പെടെ. എന്താ? അതേടാ, ഇതുവരെ നമ്മുടെ ശത്രുക്കളാരും ആ നാട്ടിൽ കാലുകുത്തിയിട്ട് ജീവനോടെ അവിടുന്ന് തിരിച്ചു പോയിട്ടില്ല. ആ ബദ്രിയും അവിടുന്ന് തിരിച്ചു പോകരുത്. അവൻ അവിടെ കാലുകുത്താൻ പോലും സമ്മതിക്കരുത്. ഇപ്പൊ പിന്മാറിയാൽ ഒരു തല മാത്രമേ പോവുകയുള്ളൂ. തലയോടെ തിരികെ പോകാമെന്ന് തന്റെ ഇടമുള്ള ഒരു വള. ഭഗവാന്റെ അടുത്തേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. തടയാൻ നോക്കരുത്. ഭഗവാന്റെ അടുത്തുകൊണ്ടു ഈ ഭജന വരുത്താൻ അളകനന്ദ എന്താ വല്ല ബ്രഹ്മചാരിയോ സ്വാമിയോ മറ്റോ ആണോ? ഇവന്റെ ഭാര്യയാകേണ്ടവളാ. ഏയ്, നിങ്ങളോട് സംസാരിച്ചിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ദൈവത്തിന്റെ കാര്യത്തിൽ തടസ്സം നിൽക്കരുത്. കൊന്നുകളയും ഞാൻ. എന്താടാ, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് പണി തരുന്നോ? എന്താണ് നോക്കുന്നത്? കത്തി അമർന്നത് തക്ഷശില മാത്രമല്ല, അങ്ങ് ഇത്ര നാൾ കാത്തു സൂക്ഷിച്ച വിശ്വാസം. ശരീരത്തിനേറ്റ മുറിവുകൾ മാറ്റാൻ സാധിക്കും. ഈ തക്ഷശില വീണ്ടും പുതുക്കിപ്പണിയാനും കഴിയും. പക്ഷെ കാലാന്തരങ്ങളായി ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കാത്തു സൂക്ഷിച്ചിരുന്ന ആ ദിവ്യ ആയുധത്തെ കേവലം ആ പെണ്ണിന്റെ പ്രേമത്തിന് വേണ്ടിയാണ് അവൻ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. ഹലോ, ജയ്പൂരല്ലേ? ഞങ്ങൾക്ക് 20 ലെഗ്സും 40 ഹാൻഡ്സും 35 ഫുട്സും അർജന്റായിട്ട് ആവശ്യമുണ്ട്. പണ്ട് സുനാമി തിരമാല വന്നെല്ലാം നശിപ്പിച്ചിട്ട് പോയതുപോലെ ഇന്നലെ ഒരുത്തം വന്ന് മൊത്തം അടിച്ച് നിരപ്പാക്കി. അഡ്രസ് SMS അയക്കാം. പാഴ്സൽ സർക്കാർ 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 നിങ്ങളുടെ ഇമേജായി തകർന്നു കിടക്കുന്നത്.
നിങ്ങളുടെ ജാതകം നല്ലതായതുകൊണ്ട് ആ സമയത്ത് ഇവിടെ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയ്പൂർ ലെഗോ ഹാൻഡോ ഒക്കെ വേണ്ടി വന്നേനെ. നിങ്ങൾ എപ്പോഴും പറയുമായിരുന്നല്ലോ പ്രേമവുമായി ബന്ധപ്പെട്ട ജോലികൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി. വിടില്ല ഞാൻ. തുടരുത്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകളായിട്ടാ ഞാൻ ജനിച്ചത്. എത്രയോ വലിയ ആലോചനകൾ വന്നിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് നിന്നെ എന്തിനാ കല്യാണം കഴിച്ചെന്ന് അറിയാമോ നിനക്ക്? ചെറുപ്പം മുതലേ എനിക്ക് റൗഡിസമായിരുന്നു ഇഷ്ടം. 20 വർഷങ്ങൾക്ക് മുൻപ് ചില തെരുവുകൾ ഭരിച്ചിരുന്ന നീ ഇപ്പോ ഒരു സ്റ്റേറ്റിനെ ഭരിക്കുന്ന നിലയിലെത്തിയെങ്കിലും അത്ര കരുത്തനായ നിനക്ക് എന്റെ മകനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ കൊണ്ടതിന് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ആദ്യം ആ ബദ്രി എന്ന് പറയുന്നവനെ കൊന്നെങ്കിലേ എന്റെ മോൻ അവളെ കെട്ടാൻ പറ്റൂ. എന്റെ മോൻ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ആ ബദ്രിയുടെ കണ്ണുകൾ അടഞ്ഞിരിക്കണം. അളകനന്ദ എന്റെ മോന്റെ കാൽ കീഴിൽ ഉണ്ടാവുകയും വേണം. മനസ്സിലായില്ലേ? ബദ്രീനാഥിന്റെ നാമത്തിൽ സത്യം ചെയ്തിട്ട് അത് ലംഘിച്ച നീ ഈ പവിത്രമായ ക്ഷേത്രമുറ്റത്തു നിന്നും വേഗം പുറത്തു പോ. അതെന്റെ ഗുരു മാത്രമല്ല, എനിക്ക് ദൈവത്തിന് തുല്യമാ. നിനക്ക് ജ്യോതി ദർശനം ചെയ്ത് നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കണ്ടേ? നീ ചെല്ല, വയ്ക്കോ. ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചതുപോലെ എന്നെയും ബദ്രിയും ഒന്നാക്കാൻ ദർശനത്തിന് മുമ്പേ ആ ഭീഷ്മനാരായണന്റെ മനസ്സ് നീ മാറ്റിയല്ലോ ബദ്രിനാഥ്. താങ്ക് യു. എന്താ, ഹാപ്പി ആയില്ലേ? ഹാപ്പിയാണ്, പക്ഷെ 100% ആയിട്ടില്ല. 99%. നീ പ്രേമിച്ച ആളെ കല്യാണം കഴിക്കുമ്പോ 100% ഹാപ്പി ആയിക്കോളും. എടാ മണ്ടം ബദ്രി, ഇത്രയും കാലം ഞാൻ ആരെയോ പ്രേമിച്ചെന്ന് നിനക്കറിയോ? അവനെ കൊന്നിട്ട് അളകനന്ദയെ പോയി പിടിച്ചോണ്ട് വേണം. അവിടെ നിൽക്കണം. ജ്യോതി ദർശനം ചെയ്യിക്കാന്ന് വാക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ടുവന്നത്. ഞാൻ ഈ പെണ്ണിനെ പ്രേമിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ചതും അപവാദം പ്രചരിപ്പിച്ചതും നിങ്ങളൊക്കെയാണ്. ഞാൻ ഈ പെണ്ണിനെ മാത്രമല്ല, ഈ ലോകത്തുള്ള ഒരു പെണ്ണിനെയും പ്രേമിക്കില്ല. ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും എന്റെ ഗുരുവിന് വേണ്ടിയാണ്. അങ്ങനോട് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല,
ഈ ലോകത്തിൽ നിന്ന് തന്നെ ഞാൻ പൊയ്ക്കോളാം. ശിഷ്യന് ഗുരുവിനോട് ക്ഷമിക്കാൻ ശാസ്ത്രം അനുശാസിച്ചിരുന്നെങ്കിൽ ഗുരുജി, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഒരു വിശ്വാസത്തിലാ. ആ വിശ്വാസത്തിൽ ഞാൻ തോറ്റുപോയി. നീ വിജയിച്ചു. പോ, ചെന്ന് ദർശനം ചെയ്. ഭീഷ്മനാരായൺ, അവരോട് നിൽക്കാൻ പറ. ജ്യോതി ദർശിച്ച ആഗ്രഹങ്ങൾ സഫലമാവുമെന്ന് ഞങ്ങളെ പോലുള്ള പാവങ്ങളെ വെറുതെ പറഞ്ഞു പറ്റിക്കരുത്. മന്ത്രി, ഞാൻ മനസ്സിൽ വിചാരിച്ചത് ആരെയാണെന്നറിയോ? നിന്നെ. ഞാൻ പ്രേമിച്ചത് ആരെയാണെന്നറിയോ? അത് നിന്നെയാ. നിർത്തടി. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞോ കൊന്നുകളയും ഞാൻ. ഒരു നിമിഷം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്നെ എന്ത് വേണേ ചെയ്തു. മന്ത്രി, നിന്നെ പോലുള്ള ആളുകൾ ഞങ്ങളെ പോലുള്ള പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഇവിടെ ദൈവം ഉണ്ടെന്ന് അത് വിശ്വസിച്ച് ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം വെട്ടികളാണ്. ശരിക്കും ദൈവം ഇല്ല. ഈ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ മാത്രമല്ല, ലോകത്ത് ഒരിടത്തും ഒരു ദൈവങ്ങളും ഇല്ല. വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്, വിശ്വസിക്കില്ല ഞാൻ.